നമസ്കാരം. നിയമസഭയിൽ സർക്കാർ എന്നൊരു സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പല മാധ്യമങ്ങളും ചിലപ്പോൾ അത് വാർത്തയായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകില്ല. കാര്യം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളുടെയും ഈ മുനയൊടിക്കുന്നതാണ് ആ റെക്കോർഡ് എന്ന് പറയുകയാണ്. ഈ 15ാം നിയമസഭയുടെ 15ാം സമ്മേളനമാണ് പുരോഗമിക്കുന്നത്. ഇനിയിപ്പോ ഒരു ബജറ്റ് സമ്മേളനം കൂടി മാത്രമേ കാണാൻ വഴിയുള്ളൂ. ഈ കാലയളവിനുള്ളിൽ സർക്കാർ സൃഷ്ടിച്ച ആ ചരിത്ര റെക്കോർഡ് എന്തെന്നാൽ, പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവന്ന സകലമാന ആരോപണങ്ങളെയും റൂൾ 50 അഥവാ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അനുമതി കൊടുക്കുക. ഒരു പ്രതിപക്ഷത്തിന് സഭയിൽ ഭരണപക്ഷം കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്, പരിഗണനയാണ്. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തെ സഭ നിർത്തിവെച്ച് അതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചയ്ക്ക് അനുമതി കൊടുക്കുക എന്നുള്ള കാര്യം. അക്കാര്യത്തിൽ ഒരു സർവകാല റെക്കോർഡ് ഇട്ടതിനെ സംബന്ധിച്ച് സ്പീക്കർ ഇന്ന് ഒരു റൂളിംഗ് നടത്തുകയുണ്ടായി. ചട്ടം 50 പ്രകാരമുള്ള ചർച്ച നടത്തുന്ന കാര്യത്തിൽ 15ാമത് കേരള നിയമസഭ ഒരു സർവകാല റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്നത്തേതുൾപ്പെടെ 14ാമത്തെ ചർച്ചയാണ് ഈ ചട്ടപ്രകാരം നടക്കുന്നത്. 1ാം കേരള നിയമസഭ മുതൽ 14ാം കേരള നിയമസഭ വരെ ആകെ 30 ചർച്ചകൾ മാത്രമാണ് ഈ ചട്ടപ്രകാരം കേരള നിയമസഭയിൽ നടന്നത്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു അപൂർവ നേട്ടമായി നമുക്ക് അഭിമാനിക്കാം. ഓർഡർ കേട്ടല്ലോ, ഭരണഘടനാപരമായി ഒരു പ്രതിപക്ഷത്തിന് ഇത്രയും വലിയ പരിഗണന കൊടുത്ത മറ്റൊരു സർക്കാർ ഇല്ലാത്തത് കൊണ്ടാണല്ലോ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഒരു സർവകാല റെക്കോർഡ് സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നു. മാധ്യമങ്ങളിലൂടെ വാർത്തയെന്ന രീതിയിലേക്ക് കഥ അടിച്ചിറക്കുന്നു, പിന്നീട് അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ചർച്ചകളാക്കി മാറ്റുന്നു. സഭയിൽ കൊണ്ടുവരുമ്പോൾ അക്കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൃത്യമായി സഭ നിർത്തിവെച്ച് ഒന്നും ഒളിക്കാതെ സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. അത് പിന്നീട് തെളിയിക്കപ്പെട്ടതെല്ലാം കോടതികളിലാണ്. ഈ കോടതികളിൽ K4മായി ബന്ധപ്പെട്ട അഴിമതി, AI ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി, ഇതെല്ലാം എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു. അന്ന് മാധ്യമങ്ങളെല്ലാം പ്രതിപക്ഷ സ്വരമാണെന്നുള്ള നിലയ്ക്ക് അവർ പറയുന്ന വായ്ത്താരികൾക്കൊപ്പം നിന്നെങ്കിലും നിയമപരമായിട്ട് സർക്കാർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു യാഥാർത്ഥ്യമെന്നും അവർ അതിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്ന് തെളിയിച്ച സന്ദർഭമാണ് കടന്നുപോയത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവന്ന സകലമാന ആരോപണങ്ങളും ഒരു 5 വർഷത്തിനിടയിലെ 15 സമ്മേളനങ്ങൾക്കിടയിൽ അത് അവതരിപ്പിക്കാൻ പരമാവധി അവസരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രതിപക്ഷത്തിന് ഭരണപക്ഷക്കാർ കൊടുക്കുന്ന മര്യാദയും പരിഗണനയും ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരമാണോ അല്ലയോ? എന്നിട്ടാണ് പുറത്തിറങ്ങി കുറ്റം പറയുന്നത്. ഈ സർക്കാരിനെതിരെ ഇവർ മാധ്യമങ്ങളിലൂടെ പടച്ചുവിട്ടതിന് ശേഷം, അതും ഗൂഢലക്ഷ്യത്തോടുകൂടി, ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, പത്രങ്ങളെയും മാധ്യമങ്ങളെയും സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഇമ്പാക്ട് വാർത്തയും അവരുടെ റീച്ചിന്റെയും സർക്കുലേഷന്റെയും പ്രശ്നവും, പ്രതിപക്ഷ നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഐഡന്റിറ്റി കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ അവസരം കിട്ടുന്നു എന്ന നിലയ്ക്ക് നടത്തിയ ആ വാർത്താ കച്ചവടങ്ങളിൽ എല്ലാത്തിനും ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിലൂടെ കൃത്യമായി മറുപടി പറയാൻ സർക്കാർ ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടോ? അതിനേക്കാൾ മറ്റെന്ത് പരിഗണനയാണ് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു വിഭാഗത്തിന് നൽകേണ്ട കാര്യം? അക്കാര്യത്തിൽ ഈ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾ ശ്ലാഘനീയം തന്നെയാണ്. സർവകാല റെക്കോർഡായിട്ട് അവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം സഭയിൽ ചർച്ച ചെയ്ത് അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് വരുന്ന കാലഘട്ടത്തിലുള്ളവർക്ക് കൂടി അറിയാനും അവർക്ക് ആ രാഷ്ട്രീയ വിഭാഗത്തെ സംബന്ധിച്ച് ശരിയായ വശങ്ങളെക്കുറിച്ച്, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചും ഭരണപക്ഷം അതിൽ കൊടുത്ത മറുപടിയെക്കുറിച്ചെല്ലാം വരും കാലങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ പരസ്പരം ചേർത്ത് വെച്ച് കൃത്യമായി അവർക്ക് വിലയിരുത്താനുള്ള അവസരം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു നേട്ടം സർക്കാർ കൈവരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് കൊടുത്ത അംഗീകാരം കൂടിയായിട്ട് മാറുകയാണ്. പ്രതിപക്ഷം ഉയർത്തിവിട്ട വ്യാജ ആരോപണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളായിക്കോട്ടെ, എല്ലാത്തരം ആരോപണങ്ങൾക്കും സഭയിൽ മറുപടി പറയാൻ ഉത്തരവാദിത്തം കാട്ടി എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഇരിക്കുന്ന പദവിക്ക് അർഹതപ്പെട്ട രീതിയിൽ സഭയുടെ മാന്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി പ്രതിപക്ഷത്തിന്റെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അഭിനന്ദിക്കേണ്ട സതീശ എന്നൊരു ഒറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. ആ വാർത്ത പോലും അന്തസ്സായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയെങ്കിൽ കേരളത്തിൽ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനവും പ്രതിപക്ഷ പരിഗണനയും നൽകുന്ന മര്യാദയെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നു എന്ന് പോലും പറയേണ്ട സാഹചര്യമാണ്.